അവസ്ഥയിൽ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും 2 ദിവസത്തിന് ശേഷം മരണം സംഭവിച്ചിരുന്നു. ബന്ധത്തിൽ നിന്ന് പിന്മാറാത്തതിൻ്റെ പകയിൽ നടത്തിയ ക്രൂരകൃത്യമെന്നാണ് പ്രതി അദീനയുടെ മൊഴി. 2 കുട്ടികളുടെ അച്ഛനായ അൻസിലും അവിവാഹിതയായ അദീനയും ഏറെക്കാലമായി അടുപ്പത്തിലായിരുന്നു. എന്നാൽ യുവതിയുടെ മറ്റ് സൗഹൃദങ്ങൾ സംബന്ധിച്ച് ഇരുവരും തമ്മിൽ പ്രശ്നങ്ങൾ പതിവായിരുന്നുവെന്ന് പോലീസ് പറയുന്നു. കോതമംഗലത്തിന് സമീപം മലിപ്പാറയിൽ ഒറ്റയ്ക്ക് താമസിക്കുകയായിരുന്ന അദീനയുടെ വീട്ടിലേക്ക് കഴിഞ്ഞ ബുധനാഴ്ച രാത്രിയാണ് അൻസിൽ എത്തുന്നത്. ഇരുവരും തമ്മിലുള്ള ബന്ധത്തിൽ പ്രശ്നങ്ങൾ നിലനിൽക്കെയുള്ള സന്ദർശനം കാര്യങ്ങൾ വഷളാക്കി. യുവതിക്ക് മറ്റൊരു ബന്ധമുണ്ടെന്ന് അൻസിൽ സംശയിച്ചു. യുവതിയുടെ വീട്ടിലെത്തിയ അൻസിൽ ബഹളമുണ്ടാക്കി. തൊട്ടടുത്ത ദിവസം പുലർച്ചെ അൻസിൽ പോലീസിനെ വിളിച്ച് തനിക്ക് ശാരീരിക ബുദ്ധിമുട്ടുണ്ടെന്ന വിവരം അറിയിക്കുകയായിരുന്നു. ആശുപത്രിയിലേക്ക് പോകും വഴിയാണ് അദീന വിഷം നൽകിയെന്ന കാര്യം സഹോദരനോട് അൻസിൽ പറയുന്നത്. ചികിത്സയിലിരിക്കെയായിരുന്നു അൻസിലിന്റെ മരണം. അവനെ വിളിച്ചു പറഞ്ഞപ്പോൾ അവൻ ആദ്യം വിചാരിച്ചു ഇവള് ചുമ്മാ പറയണമെന്ന് വിചാരിച്ചു. പിന്നീടായപ്പോൾ ഇവള് വീട്ടിലേക്ക് കൂടി വിളിച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് ഇതായി. അപ്പം നേരെ ഇവൻ ചെന്ന് കഴിഞ്ഞപ്പോഴേക്ക് നേരെ ഹോസ്പിറ്റലിലേക്ക് ഇവൻ പോലീസുകാരനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആര് ഈ അൻസിൽ എന്ന് പറയണ. അപ്പോൾ ഇവൻ നേരെ കോതമംഗലത്തേക്ക് ഹോസ്പിറ്റലിലേക്ക് ചെന്നു. അപ്പോഴത്തേക്ക് അനിയനെ കെട്ടി പേര്. ക്രിമിനൽ പശ്ചാത്തലമുള്ള അൻസിൽ വിവാഹിതനും 2 കുട്ടികളുടെ അച്ഛനുമാണ്. അദീനയുമായി ഏറെക്കാലമായി അൻസിലിന് അടുപ്പമുണ്ടായിരുന്നു. ഇവർക്കിടെ പിണക്കങ്ങൾ ഉണ്ടായെങ്കിലും അവ പരിഹരിച്ചിരുന്നു. അതിനിടെ അൻസിലിന്റെ ഭാഗത്ത് നിന്ന് യുവതിക്ക് ചില ദുരനുഭവങ്ങൾ ഉണ്ടാകുകയും ചെയ്തു. തുടർന്നാണ് ഇയാളെ കരുതിക്കൂട്ടി വിളിച്ചു വരുത്തി വിഷം കലർത്തി നൽകുകയായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത്. ആദ്യം കോതമംഗലം താലൂക്ക് ആശുപത്രിയിലേക്കാണ് കൊണ്ടുപോയത്. പിന്നീട് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. 300 മില്ലിലിറ്റർ വിഷം ഉള്ളിൽ പോയെന്നാണ് പോലീസ് പറയുന്നത്. പുല്ലിന് തളിക്കുന്ന വിഷമാണ് നൽകിയത്. ആംബുലൻസിൽ വെച്ച് പറഞ്ഞ ബ്ലഡ് വിഷം അവർക്ക് എല്ലാവരും കൂടി ഒഴിച്ചു കൊടുക്കുകയോ ചെയ്തതെന്നാണ് പറഞ്ഞത്. അതിനകത്ത് പോയിട്ടുണ്ട്. പുള്ളി പറഞ്ഞത് 500 ml അകത്ത് പോയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ഡോക്ടർ പരിശോധിച്ച് കഴിയുമ്പോൾ 300 ml അകത്തുണ്ട്. പെൺസുഹൃത്ത് തനിക്ക് വിഷം നൽകിയെന്ന് ആശുപത്രിയിലേക്ക് പോകും വഴി അൻസിൽ സുഹൃത്തുക്കളോടും ബന്ധുക്കളോടും നടത്തിയ വെളിപ്പെടുത്തലാണ് കേസിൽ നിർണായകമായത്. ചേലാട്ടെ ഒരു കടയിൽ നിന്നാണ് കീടനാശിനി വാങ്ങിയത്. ഇതിന്റെ കുപ്പിയും കണ്ടെത്തിയിട്ടുണ്ട്. അൻസിലിന്റെ ബന്ധുവിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് 30-കാരിയായ അദീന പിടിയിലായത്. ന്യൂസ് 18 കൊച്ചി.